എഫെസ്യർക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായമായിരുന്നു നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിരുന്നത്. അതിൻ്റെ 9 വരെയുള്ള വാക്യങ്ങളാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് അതിൻ്റെ 10-ാമത്തെ വാക്യം ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. നമുക്ക് വളരെ ഏറെ പരിചയമുള്ളതായ ഒരു വേദഭാഗമാണിത്. വളരെയേറെ ഒരുപക്ഷെ പ്രസംഗങ്ങളൊക്കെ നടത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു വേദഭാഗവുമാണ് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യന്റെ രക്ഷയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മനുഷ്യന്റെ രക്ഷയ്ക്ക് മനുഷ്യന്റെ യാതൊരു പ്രവൃത്തികളും കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. രക്ഷയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പാപത്തിന്റെ പരിഹാരമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ യാഗം ആണ് അതിന് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ദൈവം മനുഷ്യരെ രക്ഷിക്കുന്നത്? ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. യാതൊരു ലക്ഷ്യവുമില്ലാതെ ദൈവം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ മനുഷ്യനെ രക്ഷിക്കുമ്പോൾ ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ദൈവത്തിനുള്ളതായിട്ടുള്ള ലക്ഷ്യം എന്ത് എന്നുള്ളത് നാം പരിശോധിച്ചാൽ അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം എന്നാൽ മാത്രമേ ദൈവിക പരിപാടി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരികയുള്ളൂ. ഇവിടെ ഈ 10-ാമത്തെ വാക്യത്തിൽ എന്തിനാണ് ക്രിസ്തുയേശുവിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ഒരു ഒറ്റ വാക്കിലുള്ള ഒരു ഉത്തരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒറ്റ വാക്കിൽ ഉത്തരം. എന്തിനാണ് ക്രിസ്തുയേശുവിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രക്ഷിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ദൈവം വീണ്ടും ജനനം പ്രാപിച്ച ഒരു മനുഷ്യനെ ദൈവസന്നിധിയിൽ സ്വീകരിക്കുന്നതിന്റെ കാരണം എന്താണ്? അപ്പോൾ രക്ഷയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശങ്ങൾ വളരെ സംക്ഷിപ്തമായി നൽകിയിരിക്കുന്ന ഒരു വേദഭാഗം എന്നുള്ള നിലയിൽ ഈ 10-ാമത്തെ വാക്യത്തെ നമുക്ക് ഒരിക്കലും അവഗണിക്കുവാനായിട്ട് കഴിയില്ല. 8-9 വാക്യങ്ങൾ രക്ഷയെ സംബന്ധിക്കുന്നതായിട്ടുള്ള പഠനത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പഠിപ്പിക്കുന്ന വാക്യങ്ങളായിരിക്കുകയും എന്നാൽ 10-ാമത്തെ വാക്യത്തെ അവഗണിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള രീതിയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അത് ഒരിക്കലും ശരിയല്ല. എന്തിനാണ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്? നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ എന്തിനാണ് ദൈവം രക്ഷിച്ചത്? കൃപയാലാണ്, വിശ്വാസം മൂലമാണ്, പ്രവൃത്തികൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ രക്ഷിച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം? നിങ്ങൾ സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു വാക്യത്തിന്റെ പ്രയോഗം, അതിന്റെ ശൈലി നാം കേട്ടാൽ, വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ദൈവം ഒരാളെ രക്ഷിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്യേണ്ടതായ ചില സൽപ്രവൃത്തികൾ ഒരുക്കി അതിനുശേഷമാണ് ദൈവം രക്ഷിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. കാരണം നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ മുന്നൊരുക്കപ്പെട്ട ചില സൽപ്രവൃത്തികൾ ചെയ്യേണ്ടതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യരെ, നമ്മെ ഓരോരുത്തരെയും രക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്നും വളരെ വ്യക്തമാണ്. ഇതിനെക്കുറിച്ച് നാം പല സന്ദർഭങ്ങളിലും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വേദഭാഗമാണ്. എങ്കിലും നാം ഈ പുസ്തക പഠനത്തിന്റെ ഭാഗമായിട്ട് കൂടി അത് ചിന്തിക്കുന്നത് നല്ലതും ആവശ്യവുമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ലോകത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ക്രിസ്തീയ ലോകത്തിൽ 2 തത്വങ്ങളുണ്ട്. പൊതുവിൽ 2 തത്വങ്ങൾ.
ഒരു തത്വം എന്ന് പറയുന്നത് വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തികളും കൂടെ വേണം. എന്നാൽ മാത്രമേ ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൽപ്രവൃത്തികൾ, ദാനധർമ്മങ്ങൾ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ രക്ഷയ്ക്ക് ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്നതായ ഒരു വിഭാഗം ലോകത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവര് വിവിധ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടി അവര് ഏറെ അധ്വാനിക്കുകയും പൈസ മുടക്കുകയും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ അവര് ത്യാഗപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തികളാലല്ല, അത് വിശ്വാസത്താലാണ്. രക്ഷ എന്ന് പറയുന്നത് പ്രവൃത്തികളാലല്ല, അത് വിശ്വാസത്താലാണ്. ഒരു പ്രവൃത്തികളും അതിന് ബാധകമായിരിക്കുന്നില്ല. അതുകൊണ്ട് പ്രവൃത്തികളൊന്നും ആവശ്യമില്ല. അപ്പോൾ എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു എന്ന് കണക്കാക്കുന്നതായ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകൾ അവര് ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ പ്രവൃത്തികളുടെ തലത്തിൽ അവർ വലിയ ഒരു പരാജയമായിട്ട് തീർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യാതൊരു വക മനുഷ്യന് നന്മ വരുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളതിനപ്പുറം സൽപ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം മനുഷ്യനെ രക്ഷിച്ചിരിക്കുന്നത്, മുന്നൊരുക്കപ്പെട്ട സൽപ്രവൃത്തികൾക്കായിട്ട് രക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതായിട്ടുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ അങ്ങനെയുള്ളവർ താല്പര്യപ്പെടാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്നാൽ നാം കഴിഞ്ഞ ഞായറാഴ്ചയും ഫലം പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചതാണ്. നാം എല്ലാവരും ഫലമുള്ളവരായി തീരണം. ഫലം കായ്ക്കേണ്ടതിനാണ് ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുകയും അല്ലെങ്കിൽ ക്രിസ്തു നമ്മൾ വസിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഫലം കായ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. എന്നാൽ അത് തന്നെയാണ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേദഭാഗവും പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് ലേഖനങ്ങളിൽ ഉടനീളം വായിച്ചാൽ മനുഷ്യൻ സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ഉത്സാഹമുള്ളവരായിട്ട് നിൽക്കേണ്ടത് ഒരു വലിയ ദൈവിക പരിപാടിയും ലക്ഷ്യവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ധാരാളം വാക്യങ്ങൾ അത് സംബന്ധിച്ച് നമുക്ക് വചനത്തിലുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു. അപ്പോൾ സൽപ്രവൃത്തികൾ ചെയ്യണം, അതൊരു ഉത്തരവാദിത്വമാണ് എന്നുള്ള നിലയിലല്ല, മറിച്ച് സകല സൽപ്രവൃത്തികളിലും പെരുകി വരുവാൻ നിങ്ങളിൽ സകല കൃപയും ഒരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അപ്പോൾ ഈ സൽപ്രവൃത്തികൾ നമ്മളിൽ വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ഒരു ദൈവ പൈതലിന്റെ ജീവിതം തന്നെ സൽപ്രവൃത്തികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കണം. ഈ സൽപ്രവൃത്തികൾക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു തെറ്റിദ്ധാരണ ഉളവാകാൻ സാധ്യതയുണ്ട്. ഇവിടെ നാം വായിച്ചാൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ. അപ്പം ദൈവം നമ്മളിൽ പെരുക്കുന്നതായിട്ടുള്ള കൃപയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ സൽപ്രവൃത്തികളിൽ നമുക്ക് പെരുകി വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ദൈവത്തിൽ നിന്നും ഏറെ കൃപ പ്രാപിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ സൽപ്രവൃത്തികൾ പെരുകി വരുമാറ് സൽപ്രവൃത്തികളും ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കൃപയാലാണ് നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രക്ഷയ്ക്ക് ആവശ്യമായുള്ള കൃപ നമുക്ക് ലഭിച്ചു. അതിനുശേഷം നമുക്ക് ഈ സൽപ്രവൃത്തികൾക്ക് ആവശ്യമായിട്ടുള്ള കൃപയും ദൈവത്തിൽ നിന്ന് തന്നെ പ്രാപിക്കേണ്ടതാണ്. സൽപ്രവൃത്തികൾക്ക് ആവശ്യമായിട്ടുള്ള കൃപ ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്നില്ല എന്ന് വന്നാൽ
ഈ രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള കൃപയും നാം യഥാർത്ഥത്തിൽ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം ദൈവത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് അങ്ങനെ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു കൃപയും പിന്നെ സൽപ്രവൃത്തികൾക്ക് വേണ്ടി വേറെ എന്തെങ്കിലും കൃപയും കൊടുക്കുക എന്നുള്ള ഒരു നിലയിലല്ല. മറിച്ച് രക്ഷയ്ക്കും രക്ഷ എന്ന് പറയുന്നതിന് നമുക്കറിയാമല്ലോ, നാം അതിനെക്കുറിച്ച് ധാരാളം പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തുടർമാനമായിട്ടുള്ള പ്രക്രിയയാണ്. അതിന്റെ ആദ്യപടി വീണ്ടും ജനനം ആണ്. അതിനുശേഷം നമ്മളുടെ പാപത്തിന്റെ ശക്തി അല്ലെങ്കിൽ നമ്മുടെ ദേഹിയുടെ രക്ഷ എന്ന് ഉള്ളത് അത് തുടർമാനമായിട്ട് പോവുകയാണ്. നാം ദൈവിക ജീവൻ പ്രാപിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവിക ജീവൻ നമ്മളിൽ വന്നാൽ അവിടെ തുടങ്ങുന്നതായിട്ടുള്ള മറ്റൊരു രക്ഷയുണ്ട്. അതിനെ വിശുദ്ധീകരണം എന്ന് പറയും, അല്ല എങ്കിൽ പ്രായോഗികമായ രക്ഷ എന്ന് പറയും. അങ്ങനെ പല വാക്കുകളാൽ അത് ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം ദൈവം നൽകുന്ന ഒരു കൃപയുടെ അടിസ്ഥാനത്തിൽ തുടരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം കൃപ എന്ന് പറയുന്നത് ഒന്ന് യഥാർത്ഥത്തിൽ ദൈവവചനത്തിലില്ല. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. മറിച്ച് ഏത് കൃപയാലാണോ നാം രക്ഷിക്കപ്പെട്ടത്, അതേ കൃപയാലാണ് ആ രക്ഷണീയ ജീവിതം എന്ന് പറയുന്നതും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് സൽപ്രവൃത്തികൾ ചെയ്യുവാനായിട്ടുള്ള താല്പര്യം നമ്മളിൽ ഉളവാകുന്നില്ല എങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് നാം ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് തന്നെ ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യണമല്ലോ, ഉത്തരവാദിത്വമാണുണ്ടല്ലോ എന്നൊക്കെയുള്ള നിലയിൽ പലതും സമൂഹത്തിലും സഭയിലും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള ഒരു ആള്, ദൈവത്തിന്റെ കൃപയിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരാള് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും തീരുമാനിച്ച് അതായത് നമ്മുടെ ദേഹിയുടെ തീരുമാനം അല്ലെങ്കിൽ ജഡത്തിന്റെ തീരുമാനം എന്നുള്ള നിലയിലല്ല ഈ സൽപ്രവൃത്തികൾ അവരിൽ ഉണ്ടാകുന്നത്. മറിച്ച് അത് ദൈവത്തിൽ അവര് വസിക്കുന്നത് കൊണ്ട്, ദൈവത്തിൽ നിന്നുള്ളതായിട്ടുള്ള കൃപ പ്രാപിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ഒരു കാര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമുക്കറിയാമല്ലോ, ഒരു വൃക്ഷത്തിന് നാം ആവശ്യമായിട്ടുള്ള വളവും വെള്ളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വൃക്ഷത്തിന് ഇനി ഞാൻ കായ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. ആ വൃക്ഷത്തിൽ നിന്നും സ്വാഭാവികമായിട്ടും ഉളവാകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫലം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് വൃക്ഷത്തിന്റെ ഒരു തീരുമാനത്തിന്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞതുപോലെ വീണ്ടും ജന്മം പ്രാപിച്ച് ദൈവിക ജീവൻ നമ്മളിൽ വ്യാപരിക്കുകയും ആ കൃപ നമ്മിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഉളവാകുന്ന ഒന്നാണ് ഈ ഫലം അല്ലെങ്കിൽ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത്. അത് അതിന് വേണ്ടുന്നതായിട്ടുള്ള ആ സൽപ്രവൃത്തികൾ നാം ഏറെ ചെയ്യുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള ഏറിയ കൃപ ദൈവം നമുക്ക് നൽകും. ആ ആഗ്രഹവും ദൈവം നമുക്ക് നൽകും. എന്നാൽ ആ ആഗ്രഹത്തോട് മറുത്തു നിൽക്കുവാനായിട്ട് നമുക്ക് ഒരിക്കലും അവകാശമില്ല. അങ്ങനെ ഒരിക്കലും പാടുള്ളതുമല്ല. അപ്പോൾ നാം എല്ലാവരും അങ്ങനെ ഫലം കായ്ക്കേണ്ടതിനെ കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നാം ഓരോരുത്തരും ചെയ്തു പോരേണ്ടതിന് മുന്നൊരുക്കിയിരിക്കുന്നതായിട്ടുള്ള സൽപ്രവൃത്തികൾ എന്ത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ഉത്തമ ബോധ്യം ഉണ്ടായാൽ മാത്രമേ അത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോ ജഡത്തിൽ നിന്ന് ഉളവാകുന്നതായ ഒരു പ്രവൃത്തികളായിട്ടല്ല, മറിച്ച് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് അത് തീരേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ സ്വഭാവത്തിനാണ് ഒരു മാറ്റം വരുത്തുന്നത് എന്നുള്ളത് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലോ. അപ്പോൾ ദൈവം ശക്തനാണ് നമ്മളിൽ സകല കൃപയും പെരുകുവാൻ. ആ കൃപ പെരുകി വരുമ്പോഴാണ് നമുക്ക് സൽപ്രവൃത്തികളിലും വർദ്ധിച്ചു വരുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ധാരാളം വാക്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ ഇത് സംബന്ധിച്ച് കാണുവാനായിട്ട് സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളും പറയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഈ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത് ചില സഭകളിൽ പഠിപ്പിക്കുന്നത്
ഈ സൽപ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള രൂപാന്തരമാണ്. അതല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സഭയിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ നാം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളുമല്ല എന്ന് ചില പഠിപ്പീര് ഞാനിത് സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. തിമോത്തിയോസിന് എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം, അതിന്റെ 5-ാം അധ്യായത്തിലൊക്കെ നാം വായിക്കുമ്പോൾ അവിടെ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നതിന്റെ ശരിയായിട്ടുള്ള ചില വിശദീകരണം പോലും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശുദ്ധന്മാരുടെ കാൽ കഴുകുക, മുട്ടുള്ളവരുടെ മുട്ട് തീർക്കുക എന്ന് തുടങ്ങിയതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. അതുപോലെ തന്നെ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നതായിട്ടുള്ള മറ്റ് ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത്, അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നത ഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരുംകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാനും ആജ്ഞാപിക്കുക. അപ്പോൾ ധനവാന്മാരായിട്ടുള്ള ആളുകൾ, ഒരാളെ ധനവാൻ എന്ന് എപ്പോഴാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിയതിന് ശേഷം അവർക്ക് എന്തെങ്കിലും മിച്ചമുണ്ട് എങ്കിൽ അവരെ ധനവാൻ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. വചനത്തിലെ ഒരു പ്രമാണം അതാണ്. നമ്മുടെ എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ, പിന്നെ എത്രത്തോളം മിച്ചമുണ്ട് എന്നുള്ളത് അനുസരിച്ച് നമ്മുടെ ധനത്തിന്റെ അളവ് വ്യത്യാസം വരും. വലിയ ധനവാന്മാരും ചെറിയ ധനവാന്മാരും ഒക്കെ ഉണ്ട്. പക്ഷേ ധനവാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ്, അടിസ്ഥാന ആവശ്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ ഒത്തിരി പെരുപ്പിച്ച് കാണിച്ച്, എൻ്റെ ആവശ്യം, ഒരു ഉദാഹരണത്തിന് ഒരു യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു വാഹനമുണ്ട്, എന്നാൽ 1 കോടിയുടെ ഒരു വാഹനം വാങ്ങിച്ചിട്ട് അതിന് എന്തെങ്കിലും ലോണൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് കടമുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് നമുക്ക് യാത്രയ്ക്ക് ഒരു വാഹനം ആവശ്യമാണ്, അല്ലെങ്കിൽ താമസിക്കാൻ വീട് ആവശ്യമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. എന്നാൽ അതിനപ്പുറമുള്ളതായ കാര്യങ്ങൾ ചെയ്തിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുപോലെ തന്നെ യോഗ്യമായി നാം സമ്പത്ത് ചെലവഴിക്കാതെ അനേകരും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലായി പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊന്നും ഈ ഗണത്തിൽ വരുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇവിടെ നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി. അപ്പോൾ നന്മ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് സൽപ്രവൃത്തികളാണ്. അപ്പോൾ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നതിന് നന്മ ചെയ്യുക എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. അതിനുശേഷം സൽപ്രവൃത്തികൾ സമ്പന്നരായി അടുത്ത ഒരു പ്രയോഗമാണ്. പിന്നെ ദാനശീലരായി, ഔദാര്യമുള്ളവരായി. അപ്പോൾ 4 പദപ്രയോഗങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, വിശ്വാസിയുടെ മുന്നൊരുക്കപ്പെട്ട സൽപ്രവൃത്തികളെ കുറിച്ച് ഇവിടെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? നന്മ ചെയ്യുക, സൽപ്രവൃത്തികളിൽ സമ്പന്നരാകുക, ദാനശീലരാകുക, അല്ലെങ്കിൽ സൽപ്രവൃത്തികളിൽ സമ്പന്നരായി നമ്മൾ ദാനശീലരും ഔദാര്യമുള്ളവരുമായി. അപ്പൊ അവിടെ ശീലർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാം. ശീലർ, ഒരു ശീലമായിട്ട് തീരണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലെ? നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദാനശീലരാകുക എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്ന ഒരു ശീലമായി തീരുക, അത് നിങ്ങളുടെ ഒരു ശീലമായി തീരണം എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ ഔദാര്യമുള്ളവരുമായി. ഈ ഔദാര്യം എപ്പോഴെങ്കിലും കാണിക്കണമെന്നല്ല, എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ദാനം ചെയ്യണമെന്നല്ല. ഔദാര്യമുള്ളവരായി തീരുക എന്ന് പറയുന്നതാണ് നമ്മുടെ സ്വഭാവത്തിൽ വരുന്നതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൽപ്രവൃത്തികൾ എപ്പോഴെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളവർക്ക് തോന്നിയതുപോലെ ചെയ്യുക എന്നുള്ളതല്ല, സൽപ്രവൃത്തികളിൽ സമ്പന്നരാകുക. നമുക്കറിയാം, സൽപ്രവൃത്തികളിൽ സമ്പന്നരാകുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. എന്നാൽ ഈ കാഴ്ചപ്പാടുകളൊന്നും ഇന്ന് വീണ്ടും ജനിച്ചു എന്ന് പറയുന്നതായിട്ടുള്ള, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾക്ക് പൊതുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ശരി, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് 19-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ
17 മുതലുള്ള വാക്യങ്ങളാണ് നാം വായിക്കുന്നത്. 17ഉം 18ഉം വായിച്ചു. 19ാമത്തെ വാക്യം, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. അപ്പോൾ സാക്ഷാലുള്ള ജീവനെ പിടിക്കണമെങ്കിൽ, ഏതാണ് സാക്ഷാലുള്ള ജീവൻ? ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന സാക്ഷാലുള്ള ജീവനെ പിടിക്കേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. അപ്പോൾ നമുക്കറിയാം, ഒരു കെട്ടിടം പണിയണമെങ്കിൽ ആദ്യം അതിന് അടിസ്ഥാനമാണ് ഇടുന്നത്. അടിസ്ഥാനം ഇട്ടിട്ടാണ് പിന്നെ തുടർന്നുള്ളതായിട്ടുള്ള പണികളൊക്കെ നടത്തുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ സാക്ഷാലുള്ള ജീവനെ പിടിക്കുക, അതായത് കർത്താവ്, അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം, കർത്താവായ യേശുക്രിസ്തുവിൽ ഉള്ള ജീവിതം, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മളിൽ വസിക്കുന്നതായിട്ടുള്ള ജീവിതം, അതിന് ഒരു നല്ല അടിസ്ഥാനം ആവശ്യമുണ്ട്. അതെന്താണ് ആ അടിസ്ഥാനം? ഇതാണ് അടിസ്ഥാനം. എന്ത്? നമ്മള് നന്മ ചെയ്യുന്നവരും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി, ദാനശീലരായി, ഔദാര്യമുള്ളവരായി തീരുക എന്നുള്ളതാണ്. ഇതില്ലാതെ, ഈ വക സ്വഭാവങ്ങളും രീതികളും ഒന്നും നമ്മളിൽ ഇല്ലാതെ ഈ സാക്ഷാലുള്ള ജീവനെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്നോ പിടിക്കും എന്നോ ചിന്തിച്ചാൽ, പ്രിയമുള്ളവരെ, തെറ്റിപ്പോയി. അങ്ങനെ ഒരു പ്രമാണം ബൈബിളിലില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ നാം വസിക്കുന്നു, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നു, നാം ആ ജീവന്റെ പങ്കാളിത്തം ലഭിച്ചിരിക്കുന്നു എങ്കിൽ ആ ജീവന്റെ ഫലമായിരിക്കുന്നതായ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. അതല്ലാതെ അതിലൊരു അസ്വാഭാവികത ഇല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സാക്ഷാലുള്ള ജീവനെ പലപ്പോഴും ആളുകൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകളൊക്കെ പലപ്പോഴും പറയുന്നതായിട്ടുള്ളൊരു കാര്യം, രക്ഷിക്കപ്പെട്ടു, നിത്യജീവനുണ്ട്, ഇനി യാതൊരു പ്രശ്നങ്ങളുമില്ല, ഇനി ഒരു പ്രയാസങ്ങളുമില്ല, ഇനി ഞാൻ സ്വർഗത്തിലേക്ക് അങ്ങ് പോകുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പ്രിയമുള്ളവരെ, അങ്ങനെയാണോ പറയുന്നത്? സാക്ഷാലുള്ള ജീവനെ നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യുന്നവരും സൽപ്രവൃത്തികളിൽ സമ്പന്നരായിട്ട് ദാനശീലരും ഔദാര്യമുള്ളവരും, നമ്മളിൽ ഒരു വലിയ രൂപാന്തരം, വ്യത്യാസം ഈ മേഖലകളിൽ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വരേണ്ടത് ആവശ്യമാണ്, നമ്മുടെ ശീലങ്ങൾ. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും ഇന്ന് ആളുകൾ സൽപ്രവൃത്തികൾ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അതിനവർ മാനദണ്ഡമായിട്ട് പല കാര്യങ്ങൾ അവരതിന് ഉപയോഗിക്കാറുണ്ട്. അത് അവരുടെ ശീലമൊന്നുമല്ല. അവര് ഔദാര്യമുള്ളവരല്ല, അവർക്കത് ശീലമല്ല. സൽപ്രവൃത്തികളിലുള്ള സമ്പന്നത എന്ന് പറയുന്നത് അവർക്കില്ല. മറിച്ച് അവർ പലപ്പോഴും ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ, വേണ്ടപ്പെട്ടവരാണെങ്കിൽ, അതുപോലെ അവർക്ക് തോന്നിയാൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പ്രമാണം ക്രിസ്തീയ പ്രമാണമല്ല എന്ന് നമുക്ക് ദൈവവചനം പരിശോധിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സൽപ്രവൃത്തികളെ കുറിച്ച് പറയുന്നത്, അത് വെളിവാകുന്ന ഒരു ദിവസമുണ്ട് എന്നാണ്. അത് മനുഷ്യന്റെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പ് തന്നെ വെളിവായിരിക്കുന്നു. ചിലരുടെ പാപങ്ങളോ ക്രമേണ അത്രേ. സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു, വെളിവാകാത്തവയും മറഞ്ഞിരിക്കുകയില്ല. ഇതൊക്കെ വെളിവാകുന്ന ഒരു ദിവസമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് എല്ലാം വെളിപ്പെടുത്തുന്നുണ്ട്, അല്ലേ? ചെമ്മരിയാടുകളെയും കോലാടുകളുമായിട്ട് രണ്ട് വശത്തായിട്ട് നിർത്തിക്കൊണ്ട് കർത്താവ് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ദിവസമുണ്ട്. അവിടെ നാം കാണുന്നത് എന്താണ്? ഈ ഔദാര്യവും അതുപോലെ തന്നെ ദാനശീലവും ഒക്കെ ഉള്ള ആളുകളെയാണ് അവിടെ കാണുന്നത്. അവിടെ നമ്മൾ ആ വേദഭാഗം വായിച്ചാൽ, നമുക്ക് സമയത്തിന്റെ കുറവ് കൊണ്ട് അങ്ങോട്ട് നാം ഇപ്പോൾ പോകുന്നില്ല, ആ വേദഭാഗം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ടുള്ളൊരു കാര്യം, കർത്താവിനെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കർത്താവിന്റെ മക്കളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് എന്ന് നമുക്ക് അവിടുത്തെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നതായിട്ടുള്ള കാര്യങ്ങള്,
എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണാൻ വന്നു. തടവിലായിരുന്നു, നിങ്ങൾ എന്റെ അടുക്കൽ വന്നു. അതിന് നീതിമാൻ അവരോട്, കർത്താവെ, ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് ഭക്ഷിപ്പാൻ തരികയോ ദാഹിച്ചു കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു? ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടിട്ട് ചേർത്തുകൊള്ളുകയോ നഗ്നനായി കണ്ടിട്ട് ഉടുപ്പിക്കുകയോ ചെയ്തു? നിന്നെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നു എന്ന് ഉത്തരം പറയും. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നരുളി ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവത്തിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത് ദൈവമക്കൾക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. പലപ്പോഴും ആളുകള്, നമുക്കറിയാം, പല മതങ്ങളിലുമുള്ള ആളുകൾ അവര് ഈ അമ്പലങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ ആരാധനാലയങ്ങളിലൊക്കെ പോയി അവിടെ അവര് നേർച്ച കാഴ്ചകൾ കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവര് ദൈവത്തിന് കൊടുക്കുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ അങ്ങനെ കൊടുക്കുന്നു എന്ന് അർത്ഥമാക്കുമ്പോൾ പോലും അതിൽപ്പെട്ട അനേക ആളുകളും സഹജീവികളോട് കരുണ കാണിക്കാത്ത ആളുകളാണ്. സഹജീവികളോട് കരുണ കാണിക്കാതിരിക്കുകയും ആരാധനാലയങ്ങളിലും ആരാധനാ സ്ഥലത്തും ഒക്കെ പോയി ദൈവത്തിന് എന്നുള്ള നിലയിൽ അവര് ദാനധർമ്മങ്ങൾ അല്ലെങ്കിൽ കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവര് ദൈവത്തിന് കൊടുക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആവശ്യത്തിലുള്ള മക്കളോട് കാണിക്കുന്നതായിട്ടുള്ള കരുണയിലാണ്. നാം ദൈവമക്കൾ എന്നുള്ള നിലയിൽ, ദൈവത്തിന്റെ സൃഷ്ടികൾ എന്നുള്ള നിലയിൽ മനുഷ്യനോട് കാണിക്കുന്നതായിട്ടുള്ള എല്ലാ കരുണയും ദയയും അത് ദൈവം കണക്കിടുന്നത് ദൈവത്തിന് ചെയ്തു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ലോകത്തിൽ നിന്ന് അനേകരും രക്ഷയ്ക്ക് വേണ്ടി അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പുനർജന്മത്തിൽ ഒരു നല്ല ജന്മം കിട്ടാനായിട്ടോ അല്ല എങ്കിൽ ഒരു പക്ഷേ ഈ ശുദ്ധീകരണ സ്ഥലത്ത് പോയി കിടക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാനായിട്ടോ അവരുടെ പേരിൽ ചെയ്യുന്നതായിട്ടുള്ള ക്രമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ആളുകൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ചുറ്റും കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവം അങ്ങനെ എന്തെങ്കിലും നിത്യതയിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു വഴിയായിട്ടല്ല സൽപ്രവൃത്തികളെ വെച്ചിരിക്കുന്നത്. നാം നിത്യതയിലേക്ക് പോകുന്ന ആളുകളായതുകൊണ്ടും കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ വസിച്ച് കർത്താവിന്റെ സ്വഭാവം, കർത്താവിന്റെ ഭാവം നമ്മളിലൂടെ നാം വെളിപ്പെടുത്തേണ്ടത് കൊണ്ടും അത് വെളിപ്പെടാൻ കഴിയാത്തതായിട്ടുള്ള ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർത്താവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ സ്വഭാവം നമ്മളിൽ നിന്നുളവാകാതിരിക്കുമോ? ഇനി അല്ല, കർത്താവിന്റെ സ്വഭാവമല്ല മറ്റെന്തെങ്കിലും സ്വഭാവമാണ് നമ്മളിൽ നിന്ന് വെളിവാകുന്നതെങ്കിൽ അത് നമ്മൾ വസിക്കുന്നത് ആരാണ് എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് പോലും നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ നമ്മളുടെ ജഡമായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും എന്തെങ്കിലും ആയിരിക്കാം. ദൈവം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മളിൽ നിന്നുളവാകുന്നതായുള്ള സ്വഭാവം ദൈവത്തിന്റെ സ്വഭാവം തന്നെ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അത് തന്നെയാണ് ഇവിടെയും ഈ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, വളരെ ഏറെ വാക്യങ്ങളും പ്രമാണങ്ങളും ഈ വിഷയം സംബന്ധിച്ച് പറയുവാനായിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ ക്ലാസിന്റെ സമയം തീർന്നിരിക്കുന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഞാനൊരിക്കൽ നമുക്ക് സമൂഹത്തിന് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് കഴിയുമോ, നിങ്ങളുടെ ആലോചനകൾ, അഭിപ്രായങ്ങളായിട്ട് ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, ആ പെട്ടിയിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് ആരും അവരുടേതായിട്ടുള്ള യാതൊരു അഭിപ്രായങ്ങളും ഇതുവരെയും ഇട്ടിട്ടില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഒരു ആലോചനകളും അഭിപ്രായങ്ങളും ആരും പങ്കുവെച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ദൈവസഭയിലും ദൈവമക്കൾക്കും അതുപോലെ തന്നെ സമൂഹത്തിനും വേണ്ടുന്നതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ കടപ്പെട്ടവരാണ് നാം. അങ്ങനെയാണ് നമുക്ക് പ്രകാശമായി തീരുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഏറിയ ദൈവകൃപ പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ഈ വിധത്തിൽ
സൽപ്രവൃത്തികളിൽ ദാനശീലരായി അല്ലെങ്കിൽ സൽപ്രവൃത്തികളിൽ സമ്പന്നരായി തീരുവാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ആ കൃപ നമുക്ക് തരുന്നതിന് യാതൊരു തടസ്സങ്ങളുമില്ല. അത് സ്വീകരിക്കാനായിട്ടുള്ള താല്പര്യം നമുക്കുണ്ടോ എന്നുള്ളതാണ് പ്രാധാന്യം. ഈ കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ സഹായം ചെയ്യാനുള്ള വരം എന്നുള്ള ഒരു വരം ഉള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, പ്രവചനവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ വീര്യപ്രവൃത്തികൾ, അങ്ങനെ പല അല്ലെങ്കിൽ ഉപദേഷ്ടാവ്, അങ്ങനെയുള്ള വരങ്ങളൊക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അത് നേടാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ടുള്ള ആളുകൾ നമുക്ക് ധാരാളം ഇന്ന് ക്രിസ്തീയ ലോകത്ത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കർത്താവെ സഹായം ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം എനിക്കുണ്ട്, അതിനുള്ള ഒരു വരം എനിക്ക് വേണം, അതിനുള്ള സാധ്യതകളും എനിക്ക് തരണം എന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഒന്ന് പരിശോധിക്കുന്നത് നമ്മളുടെ ആത്മീയ കാഴ്ചപ്പാടുകളെ ഒന്ന് പരിശോധിക്കുന്നതിന് സഹായകരമാണ്. നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതി നമ്മുടെ സ്വഭാവത്തിന്റെ രൂപാന്തരമായിട്ട് വരേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.